2047 ഒരു സമ്പൂർണ്ണ വികസിത രാഷ്ട്രമാകണം എന്നതാണ് ഭാരതത്തിൻ്റെ വിശിഷ്യ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വപ്നം. അതിലേക്കുള്ള ഒരു വലിയ പ്രയാണത്തിലുമാണ് നമ്മുടെ രാഷ്ട്രം. ഇപ്പോഴിതാ നീതി ആയോഗിൻ്റെ ചെയർമാനൊക്കെ ആയിരുന്ന അമിതാഭ് കാന്ത് ഇപ്പോൾ പറയുന്നു 2047 ഭാരതം 30 ട്രില്യൺ GDP 30 ട്രില്യൺ ഭാരതത്തിൻ്റെത് എത്തും എന്നാണ്. അകലെയല്ല നരേന്ദ്രമോദി കണ്ട സ്വപ്നം എന്ന് നമുക്ക് ഇപ്പോൾ പറയാനാകുമോ സാർ? അത് പലപ്പോഴും ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ ഇതിനു മുമ്പ് നേരത്തെ 5 ട്രില്യൺ എക്കണോമി എന്നൊരു ലക്ഷ്യം മോദിജി വെച്ച കാലത്തും സംശയം ഉയർത്തി ഇഷ്ടംപോലെ ആളുകളുണ്ട്. ഞാൻ ഓർക്കുന്നുണ്ട് 5 ട്രില്യൺ എക്കണോമിയോ എന്ന് പറഞ്ഞിട്ട് ആ തരത്തിൽ പരിഹസിച്ചുകൊണ്ട് ഇന്ത്യൻ എക്സ്പ്രസിൽ എന്നൊരു ആർട്ടിക്കിൾ വന്നു. 2018 ആ സമയത്താണ്, കോവിഡിന് മുമ്പാണ്. ഞാനതിനൊരു മറുപടിയായിട്ടൊരു ലേഖനം എഴുതിയിരുന്നു. ഇതിൽ ആർക്കാണ് ഇത്ര പ്രയാസമുള്ളതെന്നാണ് ഞാൻ ചോദിച്ചത്. ഭാരതം 5 ട്രില്യൺ എക്കണോമി ആകുന്നതിൽ ആർക്കാണ് പരാതി, വിഷമം ചോദിച്ചത്. പരിഭവം, ഭയവും എല്ലാം ഉണ്ട്. അതേ അടിസ്ഥാനപരമായിട്ട് ചൈനയ്ക്കാണ് പ്രശ്നമുള്ളത്. അതവിടെ നിൽക്കട്ടെ, അങ്ങോട്ട് പോകണ്ട. ഇപ്പം നടക്കുമോ എന്ന് ചോദിച്ചാൽ നടക്കുമെന്ന് ഉറപ്പായിട്ടും പറഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ. കാരണം വികസനത്തെക്കുറിച്ചും സാമ്പത്തിക നയത്തെക്കുറിച്ചും കൃത്യമായ നീതി, ആ സമീപനത്തിന് സാമ്പത്തിക അച്ചടക്കം ഉണ്ടാവണം. വികസനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു സമൂഹത്തിന് സാമ്പത്തിക പ്രവർത്തന സ്വാതന്ത്ര്യം ഉണ്ടാവണം. അനാവശ്യമായ നിയന്ത്രണങ്ങൾ പാടില്ല. അനാവശ്യമായ സർക്കാർ ഭരണകൂട കൈകടത്തലുകൾ പാടില്ല. പുതിയ സാമ്പത്തിക പ്രവർത്തന വ്യവസായ സംരംഭങ്ങളിലേക്ക് പോകുന്നതിനുള്ള സംരംഭകത്വം വളർന്നു വരുമ്പോൾ അവരെ സഹായിക്കുന്ന റോളായിരിക്കണം ഭരണകൂടത്തിൻ്റെത്. കുറഞ്ഞ പലിശയ്ക്ക് പണം കിട്ടണം, കിട്ടുന്നതിന് താമസം ഉണ്ടാവരുത്, സർക്കാർ സംവിധാനത്തിന് നൂലാമാലകൾ ഉണ്ടാവരുത്. ഇത്തരത്തിലെല്ലാമുള്ള സഹായം, പ്രചോദനം, പ്രോത്സാഹനം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുകയും അതേ സമയത്ത് തന്നെ ലോകവുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന, ഇവിടുന്ന് പ്രവാസികളായിട്ട് പോയിരിക്കുന്നു, അല്ലാതെ ബന്ധമുണ്ട്. പുതിയ കാലം അങ്ങനെയാണ്. ഒരു ക്ലിക്കിൽ, ഒരു മൗസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലോകത്തിൻ്റെ മുഴുവൻ വിവരങ്ങളും നമുക്ക് ലഭ്യമാകുന്ന സാഹചര്യമുള്ളത്. അതുകൊണ്ട് ലോക വിപണിയെ അറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് സംരംഭകത്വത്തിലേക്ക് ഇറങ്ങുന്ന ആളുകളുള്ള ഒരു രാജ്യമായി ഭാരതം മാറുകയാണെങ്കിൽ അത് ലോകത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ മുന്നിലേക്ക് ഭാരതത്തെ എത്തിക്കും. അങ്ങനെ എത്തും എന്നുള്ളതിന് ചരിത്രമുണ്ട്. ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് ലോക GDP-യിൽ, ലോകത്തിൻ്റെ മൊത്തം സമ്പദ് സംവിധാനത്തിൽ ഭാരതത്തിൻ്റെ പങ്ക് 25%, 26%. 26%. ഇവിടുന്ന് ബ്രിട്ടീഷുകാർ സ്വാതന്ത്ര്യം നൽകിയിട്ട് തിരിച്ചു പോകുമ്പം അത് 3.5-നും 4-നും ഇടയ്ക്കുള്ള ശതമാനമായി കുറഞ്ഞു. 4-ന് താഴേക്ക്. അപ്പം ബ്രിട്ടീഷ് ആംഗ്ലോ ക്രിസ്ത്യൻ സാമ്രാജ്യത്വം അതിൻ്റെ ആ കൊളോണിയൽ ശക്തിയുടെ സാമ്പത്തിക ശക്തി പ്രദാനം ചെയ്തത് ഭാരതമായിരുന്നു. ഭാരതത്തെ ചൂഷണം ചെയ്താണ് അവർ. ആ ഭാരതത്തിന് വീണ്ടും ആ പഴയ 26% എത്തുന്നതിനുള്ള അവസരം എന്തുകൊണ്ടുണ്ടായിക്കൂടാ? കാരണം ആ തരത്തിൽ സാമ്പത്തിക രംഗത്ത് ഇടപെട്ടതിൻ്റെയും അതുപോലെ ഉൽപാദനമൊപ്പം തന്നെ വിപണി, ഇതിനെയെല്ലാം നിയന്ത്രിച്ചിരുന്ന ഒരു ചരിത്രമുള്ള രാജ്യമാണ് ഭാരതം. ഉദാഹരണത്തിന് ഒരു കാര്യം ഞാൻ പറയും. ബ്രിട്ടീഷുകാർ ഇവിടുന്ന് പോകുന്ന കാലത്ത് അവർക്ക് വേണ്ടിയാണെന്നുണ്ടെങ്കിൽ പോലും ഭാരതത്തിൽ ഉയർത്തിക്കൊണ്ട് പറഞ്ഞ ഓർഡിനൻസ് ഫാക്ടറികളുണ്ടായിരുന്നു. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് ആവശ്യമുള്ള യുദ്ധോപകരണങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള സംവിധാനം ഭാരതത്തിലെ ഓർഡിനൻസ് ഡിപ്പോകളിൽ അവരുണ്ടാക്കിയിരുന്നു. കാരണം താരതമ്യേന ഭേദപ്പെട്ട കഴിവും
അതുപോലെ തന്നെ കൂലി കുറവുമുള്ള തൊഴിലാളികളും വിദഗ്ധരും എല്ലാം ലഭ്യമായതുകൊണ്ടും മറ്റു പല സാഹചര്യങ്ങളും കൊണ്ടും ഭാരതത്തിലൊരു വലിയ ഓർഡിനൻസ് ഫാക്ടറിയുടെ ശൃംഖലയുണ്ടായിരുന്നു. ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായി കഴിഞ്ഞപ്പം ഗാന്ധിസത്തിന് വേണ്ടി സെലക്റ്റീവ് ഗാന്ധിസം, ഗാന്ധി എല്ലാ കാര്യങ്ങളിലും ഫോളോ ചെയ്തിട്ടില്ല, അതിൻ്റെയൊക്കെ പേരും പറഞ്ഞ ഭാരതത്തിലെ പ്രതിരോധ സംവിധാനത്തെ ദുർബലപ്പെടുത്തിയ രാഷ്ട്രീയ ഭരണകൂട നയങ്ങളുടെ ഭാഗമായി ഓർഡിനൻസ് ഫാക്ടറി മാറാല പിടിച്ച് കിടന്നു, ഒരു പ്രവർത്തനവും ഇല്ലാതെ കിടന്നു. അവിടെയാണ് ഇന്ന് ഭാരതം ആത്മനിർഭര ഭാരതത്തിൻ്റെ സങ്കല്പത്തിൽ കൂടെ ലോകത്തിന് ആവശ്യമായ കയറ്റുമതി ചെയ്യാൻ പറ്റുന്ന പരുവത്തിലേക്കും ഭാരതത്തിൻ്റെ പ്രതിരോധത്തിന് പര്യാപ്തമായ തരത്തിലേക്കും വളർന്നു നമ്മുടെ ആയുധ നിർമ്മാണ ശേഷിയെ വളർത്തിയത്. അപ്പോൾ തീർച്ചയായും ഭാരതത്തിന് സാധിക്കും. പിന്നെ ഒരു കാര്യം പ്രധാനമായി നമ്മൾ ഓർക്കുക, ഇന്നിപ്പോൾ പറയുന്നത് GDP-യിൽ 4ാമത്തെ സ്ഥാനത്തേക്ക് നമ്മൾ ഒന്നല്ലേ പറയുന്നത്, 4.187 ട്രില്യൺ. ജപ്പാനെ 1 പോയിന്റിന് 0.00 പോയിന്റിന് പിന്തള്ളിയാണ് നമ്മൾ വന്നിരിക്കുന്നത്. ജപ്പാന്റെ ഇനിയും ഉടനുള്ള കാലത്ത് ഭാരതത്തെ ഓവർടേക്കാനുള്ള സാധ്യതയും കാണുന്നില്ല. പിന്നെ വേറൊന്നുകൂടെ ഞാൻ പറയാം എൻ്റെ കൂട്ടത്തിൽ, അതായത് അങ്ങനെ നിൽക്കുമ്പോഴും ഭാരതം ഈ നേട്ടം കൈവരിച്ചത് 2014 ശേഷമുള്ള പരിശ്രമം കൊണ്ടല്ലേ? അതെ, കുറഞ്ഞ ഒരു കാലയളവ്, വെറും 10 വർഷത്തെ. അതിനിടയ്ക്കോ കോവിഡ് പോലെ മഹാമാരി ഉണ്ടാക്കി തടസ്സം വന്നു. അതെ, യുദ്ധം, ഉക്രൈൻ യുദ്ധം, റഷ്യൻ യുദ്ധത്തിൻ്റെ, ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം പോരാ, പഹൽഗാമിന് പിന്നീട് ഇവിടെ നിന്നുണ്ടായ ഭാരതത്തിനുണ്ടായ പ്രശ്നങ്ങൾ, ഇതെല്ലാം ചൈന പലപ്പോഴും നമ്മൾ ശല്യം ചെയ്യാൻ വന്നു. അതെ, ഇതെല്ലാം ഉണ്ടായിട്ടും ഭാരതത്തിന് സാമ്പത്തികമായ വളർച്ചയെ ആർക്കും പിടിച്ചു നിർത്താൻ പറ്റിയിട്ടില്ല. ലോകം കോവിഡിന് ശേഷമുള്ള ലോകത്തിൻ്റെ GDP വളർച്ച വളരെ ചുരുങ്ങിയ തോതിലായിരുന്നപ്പോൾ പോലും ലോകത്തിൻ്റെ ശരാശരിക്ക് മുകളിൽ പോയി ഭാരതം. അതെ, അമേരിക്കയും ചൈനയും ഒക്കെ കടന്ന് ആ വളർച്ചാ നിരക്കാണ് ഭാരതം കാഴ്ചവെച്ചിരിക്കുന്നത്. അപ്പം ആ ഒരു സാഹചര്യത്തിൽ ഭാരതത്തിന് തീർച്ചയായും മുന്നോട്ട് പോകാൻ കഴിയും. പക്ഷെ അവിടെ തന്നെ അമിതാഭ് കാന്ത് പറഞ്ഞ മറ്റൊരു കാര്യം കൂടിയുണ്ട്. 38 ആവണമെന്നുണ്ടെങ്കിൽ ഭാരതത്തിൻ്റെ വികസനത്തിൻ്റെ തോത് 9%, 10% ആകുന്നതിനുള്ള കരുതൽ വേണമെന്ന്, പരിശ്രമം വേണമെന്നുകൂടി ഇത് ഈ പത്രത്തിലില്ലെങ്കിലും അമിതാഭ് കാന്തിൻ്റെ ഈ പ്രഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഞാൻ കേട്ടതാണ്. അപ്പോൾ അങ്ങനെ പറയുമ്പം 9%, 10% ആക്കണമെന്നുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാരിനോടൊപ്പം സംസ്ഥാന സർക്കാരുകളും ഈ രംഗത്ത് ആരോഗ്യപരമായ മത്സരബുദ്ധിയാ മുന്നോട്ട് പോകണം. ആ ഒരു പരിശ്രമവും ആ ഒരു പ്രതിബദ്ധതയും കാണിച്ചാൽ ഇത് സാധ്യമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അത് ഉണ്ടാവില്ല എന്ന് ഞാൻ കരുതുന്നില്ല. ഉദാഹരണത്തിന് ഡിഫൻസ് പ്രൊഡക്ഷൻ കോറിഡോർ ഇന്ന് UP-യിലും തമിഴ്നാട്ടിലേ ഉള്ളൂ. എന്തുകൊണ്ട് കേരളത്തിലായിക്കൂടാ? അതുപോലെ നമുക്ക് സാധ്യതകൾ ഇഷ്ടം പോലെയുണ്ട്. ഇവിടെ നിൽക്കുന്ന ഒരു പ്രധാന തടസ്സമെന്ന് പറയുന്നത് ചൈനയാണ്. ചൈനയുടെ തടസ്സം ഇന്നും നമ്മുടെ പല വ്യവസായങ്ങൾക്കും ആവശ്യമായ അസംസ്കൃത സാധനങ്ങൾ ചൈനയിൽ നിന്ന് കിട്ടേണ്ടതുണ്ട്. ലോകത്തിൻ്റെ ഫാർമസ്യൂട്ടിക്കൽ ലാബാണ് ഭാരതം എന്ന് പറയുമ്പോഴും ആ ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നതിനുള്ള അസംസ്കൃത വസ്തുക്കൾ പലതും അവിടെ നിന്ന് കിട്ടണം. അതുപോലെ ലോകത്തെ ഏറ്റവും കൂടുതൽ FDI, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിനുള്ള സ്കോപ്പുള്ളൊരു രാജ്യമാണ് ചൈനയിൽ നിന്ന്. പക്ഷെ ചൈന അങ്ങനെ നമ്മൾ സഹകരിച്ച് മുന്നോട്ട് പോകാൻ തുടങ്ങുമ്പോൾ ചൈന അതിർത്തിയിൽ വെടിവെക്കാൻ വരും. അതെ, എന്തെങ്കിലും കുഴപ്പങ്ങൾ നമ്മൾ ലഡാക്കി കണ്ടതല്ലേ? അതെ അതെ അതെ, ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് ചൈനയുമായിട്ട് നമുക്ക് വളരെ, അതുകൊണ്ടാണ് നമ്മളൊന്നൊരു പ്രസ് നോട്ട് 3 ഇറക്കിയിട്ട് ചൈനയുടെ FDI സ്വീകരിക്കുന്ന കാര്യത്തിൽ കുറച്ച് നിയന്ത്രണങ്ങളൊക്കെ വരുത്തിയത്. ആ നിയന്ത്രണങ്ങൾ വേണ്ടതുമായിരുന്നു.
കാരണം യുദ്ധവും കച്ചവടവും ഒന്നിച്ചു പറ്റില്ല. അതെ, അതൊക്കെ ഉണ്ടെങ്കിലും എൻ്റെ ഒരു കണക്കൂട്ടിൽ വെച്ച് പറയുകയാണെങ്കിൽ ഈ സാഹചര്യത്തെ എല്ലാം പ്രതിരോധിച്ചുകൊണ്ട് വളരുന്നതിനുള്ള വിശാലമായ സാധ്യത ഭാരതത്തിലുണ്ട്. അതിന് പല ഘടകങ്ങളുമുണ്ട്, മുഴുവൻ ചർച്ച ചെയ്യാൻ ഇപ്പോൾ സമയമില്ല. പല ഘടകങ്ങളുമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഇപ്പോൾ അമേരിക്കയുടെ 26% ലോക GDP-യിൽ അമേരിക്കയുടെ. അതെ, അതുപോലെ ശരിക്കും 30 ട്രില്യണിൽ എത്തി നിൽക്കുന്നത്. അതുപോലെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനും അവരാണ് ഏറ്റവും വലിയ ഘടകം. പക്ഷേ ലോക ജനസംഖ്യയിൽ അവരുടെ ജനസംഖ്യ എത്രയാ? 4%. അത് നമുക്കൊരു പ്രശ്നവുമാണ്, ഒരു സാധ്യതയാണ്. സാധ്യത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വ്യവസായത്തിനകത്ത് എക്കണോമിക് ആക്ടിവിറ്റിക്ക് ഡിമാൻഡും സപ്ലൈ ഒരുപോലെ പ്രധാനമാണ്. 140 കോടിയുള്ള ജനങ്ങളുള്ള ഭാരതം എന്ന് പറയുന്നത് ഒരു വലിയ ഡിമാൻഡിന് സാധ്യതയുള്ള എക്കണോമിയാണ്. വാങ്ങൽ ശേഷി, അതുകൊണ്ടാണല്ലോ പർച്ചേസിംഗ് പവർ പാരിറ്റിയിലൊക്കെ നമ്മൾ മുന്നിൽ നിൽക്കുന്നതിൻ്റെ ഒരു കാരണം. ഇപ്പോൾ GDP-യിൽ 3-ാം സ്ഥാനത്ത് എത്തിയിട്ടില്ല, 4 ആയിട്ടുള്ളൂ. പർച്ചേസിംഗ് പവർ പാരിറ്റി നമ്മൾ ഓൾറെഡി 3-ാം സ്ഥാനത്തായി കഴിഞ്ഞു. അപ്പം അങ്ങനെ പറയുമ്പം നമുക്ക് നല്ല ഒരു വാണിജ്യ സാധ്യതയും സപ്ലൈ ഡിമാൻഡ് സാധ്യതയും ഉള്ള ഒരു രാജ്യമാണ് ഭാരതം. അതുകൊണ്ട് ഭാരതത്തിൻ്റെ ഈ സാധ്യതകളുടെ വിവിധ ഘടകങ്ങൾ എടുത്തു പറയാൻ പറ്റിയില്ലെങ്കിലും മനുഷ്യശേഷി മാത്രമല്ല, അതിനകത്ത് തന്നെ വൈഭവമുള്ള സ്കിൽഡ് ഹ്യൂമൻ റിസോഴ്സസ്, നൈപുണ്യം നേടിയെടുക്കുന്നതിന് സാധ്യതയുള്ളവർ, ഇതെല്ലാം ഉണ്ട്. അതുപോലെ വിദേശത്തേക്ക് പോയി ജോലി ചെയ്യുന്നതിനും കുറേയധികം ഘടകങ്ങളുണ്ട്. എല്ലാം കൂടെ കൂട്ടി പറയുമ്പോൾ എക്കണോമിക്സിൽ പറയുന്ന പോലെ അതർ തിങ്സ് റിമൈനിങ് ദ സെയിം, മറ്റ് സാഹചര്യങ്ങൾ ഉയർത്തുന്ന വെല്ലുവിളികൾ അതൊക്കെ അവിടെ ഉണ്ട്. അതൊക്കെ ഉള്ളപ്പോഴും ഭാരതത്തിന് ശോഭനമായൊരു ഭാവി, വൈഭവത്തിൻ്റെ ഭാവി, വികസിത ഭാരതത്തിൻ്റെ സാധ്യത കാണിക്കുന്ന വഴി തുറന്നു കിടക്കുക. ആ വഴിയെ സഞ്ചരിക്കാൻ വേണ്ടി കേരളം പോലുള്ള സംസ്ഥാനങ്ങളും കൂടെ തയ്യാറായി കഴിഞ്ഞാൽ ആ വളർച്ചയുടെ പ്രകാശം എൻ്റെയും പ്രശാന്തിൻ്റെയും ഒക്കെ മുഖത്തും പ്രതിഫലിക്കുമെന്നുള്ളതും ഉറപ്പാണ്. അതുകൊണ്ട് പ്രതീക്ഷാപൂർവ്വം തന്നെ 30 ട്രില്യൺ അടുത്ത തലമുറയ്ക്കെങ്കിലും 2047 കാണാൻ കഴിയും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.